ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ആരും പേടിക്കൊന്നും വേണ്ട. ബാഗൊക്കെ തൂക്കി പുറപ്പെട്ടപ്പോൾ നമ്മൾ നേരെ ചെന്നൈയിൽ നിന്ന് വീട്ടിലോട്ടാണ് പോകുന്നത്. അതായത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ, മലപ്പുറത്തോട്ടാണ് പോകുന്നത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പൊന്നാപ്പിനെ കാണാൻ വേണ്ടി എറണാകുളം പോകണമെന്നുണ്ട്, പക്ഷേ അവളില്ല. അവൾ എറണാകുളത്തല്ല, അവൾ ഇടുക്കിയിലാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരം അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്രയും ദിവസം അവർ ഇടുക്കിയിൽ തന്നെ ആയിരുന്നു. എന്ന് വിളിക്കുമ്പോൾ കൊച്ചു അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോണ്ട് അവർ നേരെ ഇടുക്കിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ പൊന്നാപ്പിനെയും കൊണ്ട് വീട്ടിൽ പോകാനുള്ളൊരു ചിന്ത കേട്ടോ. ട്രെയിൻ കയറാൻ വേണ്ടി വന്നപ്പോഴൊക്കെ അതന്നെ ഓർമ്മ, കൊച്ചില്ലല്ലോ എങ്ങനെ വീട്ടിൽ പോകും എന്നുള്ളത് കേട്ടോ. അച്ഛനാണെങ്കിൽ വഴക്കുറയും ചെയ്യും, എന്താ കൊച്ചിനെ കൊണ്ടുവരാഞ്ഞെന്നുള്ളത് കേട്ടോ. കുറേ ആയി, 2-3 മാസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ കുറേ നേരം കാത്തുനിന്ന് ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ വന്നപ്പോൾ നേരെ നടക്കും. അതിന് ഈ ഉച്ചയ്ക്കുള്ള ട്രെയിനിലാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. 1:30ക്കാണ് ട്രെയിൻ വെസ്റ്റ് കോസ്റ്റ് എടുക്കുന്നത്. നമ്മൾ കോഴിക്കോട് കണ്ണൂർ വണ്ടിയാണ്. അപ്പോൾ അതിന് കയറാൻ വേണ്ടി വന്ന് ഒത്തിരി അങ്ങ് മുന്നോട്ടാണ് കേട്ടോ. S9 കിട്ടിയത്. അതാണ് കുറേ അങ്ങ് ഫ്രണ്ടിലോട്ടങ്ങ് നടക്കണേ. ഈ ഫോണും ഈ സാധനങ്ങളും പിന്നെ ഞാൻ ആകെ കടയിൽ നിന്ന് ഞാനൊരു 3-4 പാക്കറ്റ് ലൈസ്, എനിക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈസും ഒരു മാംഗോ ജ്യൂസും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കായ കാരണം രാവിലെ ഡ്യൂട്ടി കയറിയപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ വീട്ടിൽ ഇതും കഴിച്ചതായിരുന്നു. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ 1:30 ആയപ്പോൾ എനിക്ക് വിശപ്പ് കാരണം ഞാൻ അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ ട്രെയിൻ കയറിയിട്ടിരുന്നു. ഒന്നാമത് ഭയങ്കര ഉച്ചനേരമായ കാരണം ഭയങ്കര ചൂട്. പിന്നെ നമുക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റത്തില്ല. ഒന്നുമല്ലാത്ത നേരത്താണ് ഇത് തിരൂരെത്തിയ ട്രെയിന്. അപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. 1:30ക്ക് ട്രെയിനൊക്കെ എടുത്ത് വിശക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ വേഗം വാങ്ങിയ ചിക്കൻ ബിരിയാണി ഒരു പുറത്തേക്ക് എടുത്തേ. അപ്പോൾ ഒരു കാലം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും പക്ഷെ തിന്നുമ്പോൾ എന്തോ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. പിന്നെ 120 രൂപയായുള്ളൂ. അപ്പോൾ തന്നെ 120 രൂപ എന്ന് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി വലിയ, പിന്നെ ക്വാളിറ്റി കുറച്ച് കുറവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതല്ലേ, റെയിൽവേയിൽ നിന്ന് വാങ്ങിയത് കാരണം വിശപ്പിൻ്റെ അറ്റം കൊണ്ടാണ് ഞാൻ വാങ്ങി കഴിച്ചത് കേട്ടോ. അങ്ങനെ വേഗം പിന്നെ ഫുഡ് അടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീരുന്ന പരിപാടിയാണല്ലോ. അതും തീർന്ന് വേഗം കൈയൊക്കെ കഴുകി വീണ്ടും വന്നിരുന്നു. വിൻഡോ സീറ്റ് ആയ കാരണം നമുക്ക് അത്യാവശ്യം കാഴ്ചകളും കണ്ട് പോകും. ഒന്നാമത് പകലായ കാരണം നമുക്ക് കയറി കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ ലോവർ ബർത്താണ് എനിക്ക് കിട്ടിയത്. എല്ലാ തവണ ഞാൻ അപ്പർ ബർത്തൊക്കെയാണ് എടുക്കാറ് കേട്ടോ. സൈഡ് അപ്പറോ അല്ലെങ്കിൽ അപ്പറൊക്കെ ആയിട്ട് എടുക്കാറ്. പക്ഷേ ഇത് 12:30 ആകുമ്പോഴേക്കും തിരൂരെത്തുന്ന കാരണം തന്നെ ഞാൻ ലോവറാണ് എടുത്തത്. കാരണം നമ്മൾ അപ്പറിലോട്ട് കയറി കിടന്ന് നന്നായിട്ടല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. ഭക്ഷണം കൂടി കഴിച്ച കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു പേടി കാരണം നമ്മൾ ലോവറാണ് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് അവിടെ ചുമ്മാ കുറേ നേരം ഒരു 9 മണി വരെയെങ്കിലും നമുക്ക് ചുമ്മാ സൈഡ് സീറ്റിൽ ഇരിക്കുക. പിന്നെ ഒരു 2 മണിക്കൂറിൻ്റെ കേസല്ലേ ഉള്ളൂ. അതങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നമുക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ച് വന്നാൽ പിന്നെ വിൻഡോ സീറ്റിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഈ ഉച്ചയ്ക്ക് വരുന്നതുകൊണ്ടാണ് ശരിക്കും ചെന്നൈയുടെ ഭംഗിയൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ പൊതുവേ ഞാനൊക്കെ പോകാറ് വൈകിട്ട് ഏഴരൻ്റെ ട്രെയിനൊക്കെ പോകാറ് കേട്ടോ. അപ്പോൾ തന്നെ ഇരുട്ടായ കാരണം നമുക്ക് പുറത്ത് എന്താണെന്നുള്ളത് പോലും നമുക്ക് കാണാൻ പറ്റാറില്ല. നേരെ ട്രെയിൻ കയറി ഇരിക്കും. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിയിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, കയറി കിടക്കും. നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തുന്നത്. അല്ലാതെ ചെന്നൈയിൽ ഭംഗി ആസ്വദിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഉച്ചയ്ക്കുള്ള ട്രെയിൻ കയറിയ കാരണം കൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ കുറേ നന്നായി കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റി. പിന്നെ ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള നമുക്ക് ഓർമ്മകളായി വറക്കില്ലേ. അപ്പം ഞാൻ 2014 തൊട്ട് ഇവിടെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ ഈ പോക്കും വരവിലൊക്കെ നന്നായിട്ട് പല ഓർമ്മകളും വന്ന് ഇങ്ങനെ ഇതാവുകയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം പുറത്ത് നല്ല ഭംഗിയായിട്ടോ കാണാൻ. നട്ടുച്ച നേരത്തെ സൈഡിൽ കൂടി ഇങ്ങനെ ഈ ചൂട് കാറ്റും കൊണ്ടിങ്ങനെ പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പം നമ്മൾ കുറേ നേരം പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും വെച്ചാൽ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്ന പോലെ എന്താ ഫുൾ ടൈം ഫോണൊക്കെ പൊക്കി പിടിച്ച് വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കണ്ടേ. ഞാൻ കുറേ നേരം പിന്നെ ഞാൻ കുറച്ച് ഫോൺ താഴ്ത്തി വെച്ച് പിന്നെ ഞാൻ കുറച്ച് നല്ല നല്ല ഭാഗങ്ങൾ കാണുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ചോറൊക്കെ ഉണ്ടായതിനു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിശപ്പ് തുടങ്ങി. എനിക്ക് ഒന്നാമത് ആ ബിരിയാണി ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ്റെ ഉള്ളിലൂടെ പുറത്തെ ചിക്കൻ്റെ ആ ഭാഗം മാത്രം കുറച്ച് കളർ ഇട്ടാവും. കുറച്ചങ്ങ് നുള്ളി എടുത്തപ്പോൾ പിന്നെ ചോരയുടെ അതൊക്കെ കൂടെ. അപ്പോൾ എനിക്ക് ആകെ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഇത് കേട്ടോ. ഈ പച്ച ചോര ചോക്കത്തില്ലേ, അങ്ങനെ ബ്ലഡിൻ്റെ മൊത്തം എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാനത് കളഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ചേരം ഇരുന്ന് പിന്നെ വിശക്കാൻ തുടങ്ങി. കാരണം പിന്നെ നമ്മളെ കയ്യിൽ ലൈസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ അതിൽ നിന്ന് കുറച്ച് പെറുക്കിയൊക്കെ എടുത്ത് തിന്നാണ്.
പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മല കേട്ടോ. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് പോലും കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത്രയും ഇതൊക്കെ ഇവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നുള്ള ചിന്തയായിട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഡേ ടൈമിൽ വരുമ്പോൾ നമുക്ക് ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോരാട്ടോ. വലുതായിട്ട് ബോറടിക്കണമില്ല. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താ, നമുക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. ഒന്നും അല്ലാത്ത നേരത്തെ നമുക്ക് നാട്ടിലെത്തും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇത് കാഴ്ചകളൊക്കെ കാണാനും ഇതാക്കാനൊക്കെ സംഭവം സൂപ്പറാണ്. പക്ഷേ ഉറക്കത്തിൻ്റെ ഈ ഇരുന്ന് ഈ ഉച്ചയ്ക്ക് 1:30 കയറിയിട്ട് രാത്രി ഒരു 12 മണി വരെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളൊക്കെ സംബന്ധിച്ച് കുറച്ചൊരു ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല മലമുകളിൽ കണ്ടോ, നല്ല പാറകൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ ഫോണിൽ അൾട്രാ ഫോണായ കാരണം വലുതായിട്ടൊന്നും ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഈ ട്രെയിനൊക്കെ വെസ്റ്റ് കോസ്റ്റ് ട്രെയിന്, ഈ പകൽ പോകുന്ന കുറേ ട്രെയിനുണ്ടോ ഡേ ടൈമിലുള്ള, അപ്പോൾ ആ ട്രെയിനൊക്കെ യൂസ് ചെയ്തിട്ട് കാണാനൊക്കെ നോക്കുക കേട്ടോ. ഇത് നന്നായി ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ ഒറ്റക്കായ കാരണം തന്നെ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ പൊതുവേ ഇങ്ങനെ പുറം ലോകം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട്. കുറേ കൃഷികളൊക്കെ കാണാൻ പറ്റി കേട്ടോ. കുറേ മറ്റേ പന ഉണ്ടല്ലോ, കുറേ പനയുടെ ഇങ്ങനെ പന ഈ പാടത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കുറേ പാടത്ത് പന അതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ ഇത് കണ്ടു. പിന്നെ കുറേ മാവിൻ്റെ തോട്ടങ്ങൾ, അങ്ങനെ നന്നായി കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ കൃഷിയാണ് പോണ വഴിയിലൊക്കെ പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാൻ. തെങ്ങും തോപ്പൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടാണ് അങ്ങനെ അങ്ങ് പോകണം കേട്ടോ. ഇനി ആകെ ടാസ്ക് ഇത് എപ്പോഴും എത്തും എന്നുള്ള, വീട്ടിലെത്തും എന്നുള്ള ആലോചിച്ചുള്ള ടെൻഷനും കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ഒന്നുമില്ലാതെ നേരത്തെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ അവിടെ നിന്ന് പോകും എന്നുള്ളത് ആലോചിച്ചിട്ടേ. കാരണം വെച്ചാൽ ഇത് തിരൂരൊക്കെ എത്തുമ്പോൾ ഒരു 12:30 1 മണി നേരത്തൊക്കെ എത്തുക. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ആ ഭക്ഷണം കഴിച്ചത് എനിക്ക് ശരിയാവാത്ത കാരണം തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കണമുണ്ട്. പിന്നെ ഇനി ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിക്കാനുള്ള ആ ഒരു ഇതില്ല, മൂടില്ല. മൊത്തത്തിൽ അത് കഴിച്ചപ്പോൾ തന്നെ എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു ഇതുപോലെ അങ്ങ് പോയി കിട്ടിയിട്ടോ. പിന്നെ ആകെ ഒരു ആശ്വാസം ഇനി വീട്ടിലെത്തണം, വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് അങ്ങ് പോയി ഒരു കോയമ്പത്തൂരൊക്കെ എത്താനായപ്പോൾ ഞാൻ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത് ഈ കോയമ്പത്തൂർ എത്താനല്ല, ഇവിടെ നിന്ന് സേലം കഴിഞ്ഞ് പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ വരുന്ന നല്ലോണം പ്രതീക്ഷിച്ചിട്ടോ. കാരണം എനിക്ക് അത്ര വിശന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ ആ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് പോലും ഞാൻ 2 സൈഡിലോട്ട് നോക്കുക, ഓടി വരുന്നുണ്ടോ അവർ ഫുഡിൻ്റെ ഡെലിവറി ബോയ് വരണമെന്ന്. പക്ഷേ കുറേ നേരം കാത്തു നിന്ന് ട്രെയിൻ എടുത്തപ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. കാരണം വെച്ചാൽ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് തന്നെ സങ്കടമോ ദേഷ്യമോ ഒക്കെ കൂടി അങ്ങ് വന്നിട്ടോ. ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റുമോ? എന്ത് ഫുഡ് കിട്ടാത്തതിന് പിന്നെ എന്നാ കരയാനാ പറ്റുക? അപ്പോൾ പിന്നെ കുറേ വെള്ളം കുടിച്ച് വിശപ്പടക്കിട്ടോ. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം അവർ സൊമാറ്റോന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലേറ്റായിപ്പോയി, അതുകൊണ്ടാണ് സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊരു മാനസികാവസ്ഥ, നമ്മൾ ഭക്ഷണം കഴിക്കാതെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരുന്നത് കേട്ടോ. കാരണം എനിക്ക് ട്രെയിനിൽ ഫുഡ് ഉണ്ടായിരുന്നു, ട്രെയിനിൽ വാങ്ങി കഴിക്കായിരുന്നു. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വാങ്ങിയ ഒരു ബിരിയാണിയുടെ ഒരു അവസ്ഥ പറഞ്ഞതുകൊണ്ട് മാത്രം, അത് ഞാൻ കഴിച്ചതുകൊണ്ട് മാത്രം രണ്ടാമത് ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്യാൻ ഇതിൽ നിൽക്കാഞ്ഞത്. എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അത് വാങ്ങിയത്. അപ്പോൾ ഒന്നും ബാക്കിയില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഉഷാറായിട്ട് ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ളവരൊന്നും കിട്ടിയില്ല. പിന്നെ വീട്ടിൽ നിന്ന് അനിയത്തി വിളിയോട് വിളി, എന്തെങ്കിലും വേണോ, ഭക്ഷണം കഴിക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ചോറിനെങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചേര്, ഞാൻ വരുമ്പോഴേക്കും ഞാൻ എത്തുമ്പോൾ കുറേ ലേറ്റാവില്ല, അപ്പോൾ നിങ്ങൾ കിടന്നോന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെ ഈ ഫുഡ് കിട്ടാതായപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചോറിൽ വെള്ളം ഒഴിക്കല്ലേ, ഞാൻ വരും, കാരണം എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വെച്ചു. അങ്ങനെ പിന്നെ കുറേ നേരം വിശന്ന് വലഞ്ഞ് ഇരുന്ന് പിന്നെ പുറത്തോട്ട് നോക്കുമ്പോണ്ടല്ലോ മനസ്സിന് കിട്ടുന്ന ചെറിയൊരു സുഖം, അത് മാത്രം കേട്ടോ. കുറേ നേരം അതങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുക. എല്ലാവരും ഇന്നെങ്ങനെ നോക്കണം. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ട്രെയിൻ കയറിയിട്ട് വരുന്നൊരു ഫീലിംഗ് കാണുന്നവർക്ക്. കാരണം വെച്ചാൽ പെട്ടെന്ന് ചെറിയ കുട്ടികളൊക്കെ ഫോൺ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ, വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട്. അതുപോലെ ഞാൻ ഈ വീഡിയോ ഫോൺ എടുക്കുമ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് അവർ. അവർക്കറിയത്തില്ല ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ലോങ് ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ. പക്ഷേ നിങ്ങൾക്കും വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെന്നൈയിലെ ഭംഗി നിങ്ങളും കൂടി അറിയട്ടെ. നമ്മൾ കേരളത്തിൽ നിന്ന് ചെന്നൈയിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ആ സൈഡിൽ
ഒരു സൈഡ് വ്യൂസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഞാനിത് കേട്ടോ. ഇത്രയും വർഷങ്ങളായിട്ട് ചെന്നൈയിൽ വന്ന് പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോസ് എടുക്കുക അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പിന്നെ ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് നേരെ ഞാൻ നാട്ടിലെത്തി, തിരൂരെത്തി, വീട്ടിലെത്തി. പാവപ്പെട്ട അനിയെത്തി. അപ്പോൾ ചെറിയ കൊച്ചും കൂടെ ഉണ്ട്. അവൾ അമ്മ ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ നമുക്കൊക്കെ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുക അമ്മമാരൊക്കെ ഉണ്ട്. എത്ര ലേറ്റായി കഴിഞ്ഞാലും എന്ത് പറഞ്ഞാലും അമ്മമാർ കാത്തിരിക്കാനും. പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ അനിയത്തി എനിക്ക് നന്നായി ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഞാൻ വരണവും കാത്തിട്ട് പാവം അത് എന്നെയും കാത്തിട്ട് ഉമ്മർത്തിരിക്കുക ഈ 1.5 മണി നേരത്തെ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിൽ ഭയങ്കര സന്തോഷം, പിന്നെ അതിനോടൊപ്പം അമ്മ ഇല്ല എന്നുള്ളൊരു സങ്കടമൊക്കെ കൂടി ഇട്ടു. പാവം ചോറൊക്കെ വിളമ്പി വെച്ചിരിക്കുക. ചോറുണ്ടായിരുന്നു, നല്ല ചീരക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പടമന്നുള്ള കറി ഉണ്ടായിരുന്നു, ചമ്മന്തിയൊക്കെ രാത്രി അവർ കഴിച്ചതിൻ്റെ ബാക്കി എനിക്ക് കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയുള്ളൂ. ഫ്രഷ് ആയിട്ട് ഞാൻ ചോറൊക്കെ കൊണ്ട് അവളും കൊച്ചും കൂടെ അവിടെ ഇരിക്കുക, എന്നെയും കാത്തിരിക്കുമായിരുന്നു. വല്ലാത്ത മനസ്സിന് ഭയങ്കര തൊട്ട് ഞാൻ ഇവിടെ ചെന്നൈയിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമാരെങ്ങനെ മക്കളെ കാത്തിരിക്കും അതുപോലെ അവൾ കാത്തിരുന്നിട്ട് ഈ 1.5 വരെ ആ ചെറിയ കൊച്ചിനെയും പിടിച്ച് കാത്തിരുന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.